നമസ്കാരം. കോഴിക്കോട്ടെ നിപ ബാധിതന് വിപുലമായ സമ്പർക്കമുണ്ടെന്നും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ചികിത്സ തേടി സ്വകാര്യ ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ രോഗി പോയിട്ടുണ്ട്. ആശുപത്രി ജീവനക്കാർക്ക് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. കോഴിക്കോട് രാമനാട്ടുകര നഗരസഭ സ്വദേശിയായ 43-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പരിശോധനയിലാണ് നിപ പോസിറ്റീവായത്. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇയാൾ. ഒരാഴ്ച മുൻപ് കടുത്ത പനിയോടെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് രോഗലക്ഷണങ്ങൾ തീവ്രമാവുകയും ആരോഗ്യനില വഷളാവുകയുമായിരുന്നു. കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരവേ നില ഗുരുതരമായതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും. പ്രാഥമിക പരിശോധനയിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും അന്തിമ സ്ഥിരീകരണത്തിനായി രോഗിയുടെ സ്രവ സാമ്പിളുകൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഫലത്തിനായി കാത്തിരിക്കുകയാണ് അധികൃതർ. പഴയ കെട്ടിടങ്ങൾ വൃത്തിയാക്കുന്ന ക്ലീനിംഗ് ജോലിക്കാരനാണ് രോഗബാധിതനായ വ്യക്തി. ഫറോക്കിലൊരു പഴയ കെട്ടിടം വൃത്തിയാക്കാൻ അദ്ദേഹം പോയിരുന്നതായും അവിടെ ഉണ്ടായിരുന്ന വവ്വാലുകളുടെ സാന്നിധ്യത്തിൽ നിന്നാകാം വൈറസ് ബാധിച്ചതെന്നുമാണ് പ്രാഥമിക നിഗമനം. മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്ന ഇദ്ദേഹം ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും പിന്നീട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷവും ബോധക്ഷയം അടക്കമുള്ള കടുത്ത ലക്ഷണങ്ങൾ പ്രകടമായി. രോഗി സ്ഥിരമായി മദ്യപിക്കുന്ന വ്യക്തിയായതിനാൽ ഈ അസ്വസ്ഥതകൾ മദ്യം കിട്ടാത്തത് കൊണ്ടുള്ള വിഡ്രോവൽ സിംറ്റം ആണെന്നാണ് ബന്ധുക്കൾ തെറ്റിദ്ധരിച്ചത്. ഇതേ തുടർന്ന് അദ്ദേഹത്തെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലും കൊണ്ടുപോയിരുന്നു. വിവിധ ഇടങ്ങളിലെ ആശുപത്രി സന്ദർശനവും ഡി അഡിക്ഷൻ സെന്ററിലെ താമസവും കാരണം രോഗിക്ക് നിരവധി ആളുകളുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ആരോഗ്യവകുപ്പ് കണക്കുകൂട്ടുന്നത്. അതിനാൽ തന്നെ വളരെ വിപുലമായൊരു സമ്പർക്ക പട്ടിക തയ്യാറാക്കേണ്ടി വരുമെന്നും അധികൃതർ മനസ്സിലാക്കുന്നുണ്ട്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ രോഗിയുടെ റൂട്ട് മാപ്പും സമ്പർക്ക പട്ടികയും അടിയന്തരമായി തയ്യാറാക്കാനും വൈറസിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനുമുള്ള ഊർജിതമായ നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള മാരകമായ ജന്തുജന്യ വൈറസ് രോഗമാണ് നിപ. കേരളത്തെ നിപ ബാധിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നമ്മൾക്കിപ്പോഴും നിപ സ്ഥിരീകരിക്കണമെങ്കിൽ പൂനെയിലെ വൈറോളജിയിലേക്ക് രോഗിയുടെ സ്രവങ്ങൾ അയക്കേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചിരുന്ന ഘട്ടത്തിനിടയിൽ, പിണറായി സർക്കാർ കേരളം ഭരിച്ചിരുന്ന ഘട്ടത്തിലാണ് നിപ സ്ഥിരീകരിക്കപ്പെടുന്നത് ആദ്യമായി കേരളത്തിൽ. അന്ന് മുതൽ നൽകുന്ന വാഗ്ദാനമാണ് ഒരു വൈറോളജി ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന് സ്വന്തമായി ഉണ്ടാക്കുമെന്ന്. ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഒരു രോഗം സ്ഥിരീകരിക്കാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടുന്ന ഗതികേടിലാണ് നമ്മൾ. എന്തായാലും ജന്തുജന്യ വൈറസ് രോഗമാണ് നിപ. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ ഉമിനീര്, മൂത്രം എന്നിവ കലർന്ന പാനീയങ്ങളിലൂടെയോ അവ കടിച്ച പഴങ്ങളിലൂടെയോ രോഗം മനുഷ്യരിലേക്ക് പകരാം. പനിയോടൊപ്പം ശരീരവേദന, കടുത്ത തലവേദന, ശ്വാസതടസ്സം, ഛർദി, മസ്തിഷ്ക വീക്കം മൂലമുണ്ടാകുന്ന ബോധക്ഷയം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് 4 മുതൽ 14 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമായേക്കും. രോഗികളുമായി ഏതെങ്കിലും തരത്തിൽ അടുത്തിടപഴകുന്നവർക്ക് വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ കർശനമായി പാലിക്കണമെന്നടക്കം നിർദ്ദേശമുണ്ട്. ഇതിൽ നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികളില്ല എന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിക്കുന്നത്.